ചിരകിയിട്ട് ഇനി ചിരട്ട തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞ് കളയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഈ ചൂട് കാലത്ത് നിങ്ങൾക്കിനി തണുത്ത് വിറച്ച് കിടന്ന് ഉറങ്ങാം. ചിരട്ട ഇതുപോലൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വിനിയാസ് വേഡിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും കുറച്ച് അധികം നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകല്ലേ. അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിലേക്ക് കടക്കാം. ഇതുപോലെ നമ്മുടെ തറയിലൊക്കെ എണ്ണ വീണിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് അനായാസം ക്ലീൻ ചെയ്യുന്നത് എന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് അധികം എണ്ണ വീണിട്ടുണ്ട്. എണ്ണയോ കുഴമ്പോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ തറയിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് ഏറെയാണ് അല്ലേ. അപ്പോൾ നമുക്കിത് അനായാസം ക്ലീൻ ചെയ്യാം ഗോതമ്പ് പൊടി വെച്ചിട്ട്. അപ്പോൾ ഇതേ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഞാൻ ഈ എണ്ണയുടെ മുകളിൽ ഒന്ന് ഇതുപോലെ വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗോതമ്പ് പൊടിയുടെ സ്ഥാനത്ത് കടലമാവോ അതല്ലെങ്കിൽ മൈദയോ ബേക്കിംഗ് സോഡയോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഗോതമ്പ് മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഗോതമ്പ് മാവ് എടുത്തത്. എന്നിട്ട് ഇതുണ്ടോ ഒരു കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട്, അതായത് 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തൂക്കുക കേട്ടോ. എന്നിട്ട് എല്ലായിടത്തും ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആ ഓയിൽ മുഴുവനും നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ആക്കണം. എന്നിട്ട് ഒരു വേസ്റ്റ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണമയം ഫ്ലോറിൽ ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ നമ്മൾ തുണി ഉപയോഗിച്ച് തുടയ്ക്കുകയാണെങ്കിൽ ആ തുണിയിലാകും, അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള എണ്ണയുടെ ആ ഒരു മയം ഉണ്ടാകും. പിന്നെ നമ്മൾ എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ചൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നെ സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പാടെ തന്നെ ആ ഒരു എണ്ണമയം എല്ലാം പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് വിതറാം കേട്ടോ. ഉപ്പ് പൊടിയില്ലേ, അത് വിതറിയാലും അത് എണ്ണ മുഴുവൻ വലിച്ചെടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ എണ്ണയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കവർ ഉണ്ടാവുമല്ലോ. ഇത് നമ്മൾ സാധാരണ ഡസ്റ്റ്ബിന്നിലോട്ട് കളയാറാണ് പതിവ് അല്ലേ. എന്നാൽ ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മാക്സിമം എണ്ണ ഇതിൽ നിന്നെല്ലാം ഊറ്റി എടുത്തതിന് ശേഷം ഈ കവറ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ബാത്റൂമിൻ്റെയൊക്കെ ഡോറ് അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെയൊക്കെ ഡോറ് വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിട്ട് വെള്ള നിറത്തിൽ ഇങ്ങനെ പൊടി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം അല്ലേ. മിക്കവാറും ബോർവെൽ വാട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രശ്നം നേരിടുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഓയിൽ കവർ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് തൂത്തൊടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഓയിൽ നമ്മളിങ്ങനെ ഡോറിൽ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് കൂടെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല തിളക്കത്തോടു കൂടി തന്നെ ഡോറ് ഇരിക്കും. ആ പാടുകളെല്ലാം പോകുന്നതായിരിക്കും. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറേ നാളത്തേന് വെള്ളത്തുള്ളി അതേ പറ്റി പിടിച്ചിരിക്കത്തില്ല. ആ ഓയിലിൻ്റെ ഒരു അംശം ഉള്ളത് കൊണ്ട് തന്നെ ആ വെള്ളത്തുള്ളി തെറിച്ച് പൊയ്ക്കോളും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കവറിനകത്തിട്ടിട്ട് വെക്കുകയാണെങ്കിൽ പത്തിരി അങ്ങനെയൊക്കെ ഉള്ള എൻ്റെ മാവ് കുഴച്ച് കഴിഞ്ഞിട്ട് ഈ കവറിനകത്തിട്ടാക്കി വെക്കുകയാണെങ്കിൽ അത് മാവ് കൂടുതൽ ഉണങ്ങി പോകാതിരിക്കാനും അതുപോലെ തന്നെ മാവ് മൃദുവാകാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ ദോശ ചുട്ടെടുക്കുന്ന നമ്മുടെ ദോശക്കല്ലിലൊക്കെ നമുക്ക് എണ്ണ പുരട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ എണ്ണ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇലയട കൊഴുക്കട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പാക്കറ്റിലെ എണ്ണ ഉപയോഗിക്കാം. പറ്റിപ്പിടിച്ചിരിക്കുന്ന എണ്ണ ഉണ്ടാവുമല്ലോ അത്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഫ്ലാസ്ക് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഫ്ലാസ്കുകളൊക്കെ നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കാറുണ്ട്. പിന്നീട് നമ്മളത് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ആ ബാഡ് സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കരിക്കട്ട ഇതുപോലൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടോ ഫ്ലാസ്കിൽ? ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മൾ തീയൊക്കെ കത്തിക്കുമ്പോൾ വിറകടുപ്പിൽ കത്തിക്കുന്ന ആ ഒരു കരി ഉണ്ടല്ലോ, 2-3 കഷ്ണം കരിക്കട്ട എടുത്തിട്ട് ഇങ്ങനെ ഫ്ലാസ്കിലോട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പോകുന്നതായിരിക്കും. കാരണം കരിക്കട്ടയിൽ ദശലക്ഷക്കണക്കിന് ചെറിയ സുഷിരങ്ങളുണ്ട്. അപ്പോൾ വായുവിൽ ദുർഗന്ധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏത് ദുർഗന്ധം ഉണ്ടാക്കുന്ന വാതകങ്ങളെയും രാസവസ്തുക്കളെയും ഒക്കെ ഈ സുഷിരങ്ങൾക്ക് ഉള്ളിൽ തളച്ചിടാൻ വേണ്ടിയിട്ട് കരിക്കട്ടയ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ബാഡ് സ്മെൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെരുപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ചെരുപ്പിലൊക്കെയുള്ള ദുർഗന്ധം മാറാൻ ഇതുപോലെ ഒരു കരിക്കട്ട വെച്ചിരുന്നാൽ മതി. അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഈ പേപ്പർ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് ഭക്ഷണം പൊതിയുന്നതിനും സൂക്ഷിക്കുന്നതിനും ഒക്കെയാണ് അല്ലേ. എന്നാൽ അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടൊന്ന് എടുക്കുന്നുണ്ടേ.
എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് നിങ്ങളുടെ ശരീരത്ത് എവിടെയെങ്കിലും സന്ധിവേദനയോ പേശി വേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആ ഭാഗത്ത് അലുമിനിയം ഫോയിൽ പേപ്പർ ഒന്ന് ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഞാനിപ്പം കൈവിരലിലാണ് ചുറ്റി കാണിക്കുന്നത്. എന്നിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ വെക്കുക. രാവിലെ എണീറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ വേദനയ്ക്ക് നല്ലൊരു ശമനം കിട്ടും. ശരീരവേദന കുറയ്ക്കാനായിട്ട് അലുമിനിയം ഫോയിൽ പേപ്പർ ഉപയോഗിക്കുന്നത് ചൈനീസ് റഷ്യൻ ചികിത്സാ രീതികളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് അനുഭവം എന്നുള്ളത് നിങ്ങൾ കമൻറ്റുകളായിട്ടൊന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പർ ഒന്ന് ചുരുട്ടിയിട്ട് നമ്മുടെ പഴയ കത്രികയിലൊക്കെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ ആ തുരുമ്പിൻ്റെ ഒക്കെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കത്രികയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളങ്ങുന്നതായിരിക്കും. ഇനി മൂർച്ചയില്ലാത്ത കത്രികയുടെ മൂർച്ച കൂട്ടാനും നമുക്ക് ഫോയിൽ പേപ്പർ ഉപയോഗിക്കാം. ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് മൂർച്ചയില്ലാത്ത കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കത്രികയുടെ മൂർച്ച കൂടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനിയുണ്ട് ഇത് തന്നെയല്ല, നമ്മുടെ തുരുമ്പ് പിടിച്ച കത്തി ഉണ്ടല്ലോ, ഇതുപോലെ തുരുമ്പ് പിടിച്ച കത്തി എടുത്തിട്ട് ഒരു ഫോയിൽ പേപ്പർ ചുരുട്ടി നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ നോക്കിക്കേ ആ ഒരു തുരുമ്പെല്ലാം മാറിയിട്ട് നല്ലതുപോലെ നല്ലൊരു നിറമൊക്കെ വയ്ക്കുന്നതായിരിക്കും കത്തികൾക്ക്. അപ്പം ഇതും കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെ ഫോയിൽ പേപ്പർ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റിയിട്ട് നമ്മുടെ അരിയിൽ ധാന്യങ്ങളിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പ്രാണികളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചെള്ളു പോലുള്ള പ്രാണികളൊന്നും ഇതിൻ്റെ ആ ഒരു തിളക്കമുള്ളത് കൊണ്ട് തന്നെ ഈ അരിയിലേക്ക് അല്ലെങ്കിൽ ധാന്യങ്ങളിലേക്ക് അടുക്കത്തേയില്ല. അപ്പം നമ്മൾ പയറ് പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന പാത്രങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ചെയ്ത് നോക്കണം. ഇനി ഞാനിവിടെ കുറച്ച് ചിരട്ട എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിരട്ടയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം വെറുതെ വലിച്ചെറിഞ്ഞിട്ട് കളയരുത്. ഇപ്പോൾ വേനൽക്കാലമാണ്, നല്ല ചൂടിൻ്റെ സമയമാണ്, നമുക്ക് തണുത്ത് വിറച്ച് കിടന്ന് ഉറങ്ങാം ഈ ചിരട്ട വെച്ചിട്ട് ഒരു സൂത്രം ചെയ്യുവാണെങ്കിൽ. അപ്പം അത് വേറൊന്നുമല്ല, ഞാൻ കുറച്ച് ചിരട്ട എടുത്തിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ഇതുപോലൊരു പാത്രം എടുക്കുക. എന്നിട്ട് ഈ പാത്രത്തിലോട്ട് നമുക്ക് ഈ ചിരട്ട ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചിരട്ട എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 4 ചിരട്ട വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ ചിരട്ടയിലേക്കും ഈ പാത്രത്തിലേക്കും ഒക്കെ ആയിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ചിരട്ട നല്ലതുപോലെ മൂടി നിൽക്കത്തക്ക രീതിയിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്തൊരു ചൂടാണല്ലേ, നമുക്ക് എല്ലാവർക്കും AC വാങ്ങിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ റൂമുകളിലും AC ഉണ്ടായെന്നും വരത്തില്ല. അപ്പോൾ 10 പൈസ പോലും ചിലവാക്കാതെ നമുക്ക് ഈ ചിരട്ടയുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നല്ലപോലെ നിറച്ചതിന് ശേഷം ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചൊന്ന് ഫ്രീസ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ രാവിലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ടത്തേന് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് റൂം തണുപ്പിക്കുന്നത് എന്ന് നോക്കാം. ബെഡ്റൂമിൻ്റെ ഫ്ലോറിൽ ആദ്യം നമുക്ക് കട്ടിയുള്ള ഒരു ടവൽ ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കാം. എന്നിട്ട് ഫാൻ ഓൺ ചെയ്യണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഐസ് ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം. ഈ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇതൊന്ന് മെൽറ്റ് ആകും. അപ്പം പുറത്തേക്ക് വെള്ളം ഒഴുകാൻ തുടങ്ങും. അതുകൊണ്ടാണ് ചെറിയൊരു ടവൽ ഇങ്ങനെ നമ്മൾ വിരിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ വാതിലും ജനലും എല്ലാം നല്ലതുപോലെ തന്നെ അടയ്ക്കണം. അതിനുശേഷം ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം റൂമിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പതുക്കെ റൂം തണുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഐസ് പതുക്കെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ഓൾ നൈറ്റ് AC-യുടെ തണുപ്പൊന്നും കിട്ടിയില്ല എങ്കിൽ പോലും കൂടെ നമുക്ക് അധികം ചൂടെടുക്കാതെ തന്നെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു തണുപ്പ് തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഫ്രീസറിലോട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസവും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം വലിയ AC-യുടെ ആ ഒരു തണുപ്പില്ല എങ്കിൽ പോലും കൂടി നമുക്ക് അത്യാവശ്യം ചൂടെടുക്കാതെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇവിടെ നമ്മൾ ചിരട്ട ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരട്ട ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഐസ് പെട്ടെന്നൊന്നും മെൽറ്റ് ആകത്തില്ല. വളരെ പതുക്കെ മാത്രമേ ഇത് മെൽറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിരട്ട ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി AC-യുടെ വില നോക്കുമ്പം എത്ര എളുപ്പമാണ് നമ്മുടെ റൂം തണുപ്പിക്കാനായിട്ട് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 1/4 ടീസ്പൂണോളം കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബദാം ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മതി. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി അല്പം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഈ ഓയിലൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ചൂടാക്കി എടുത്ത ഈ ഒരു മിശ്രിതം നമുക്ക് തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. എന്തിനാണെന്നറിയാമോ, നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് ഈ കോഫി ഓയിൽ.
അപ്പോൾ ഇത് നിങ്ങളാരും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വെച്ചിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ രക്ത ഓട്ടം വർദ്ധിപ്പിക്കാനും മുടി ഒത്തിരി നന്നായിട്ട് തന്നെ വളരാനും സഹായിക്കും. അതുപോലെ തന്നെ ഇതിലെ കഫീന് രോമകൂപങ്ങളെ ഉത്തേജിപ്പിക്കുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. തന്നെയല്ല മുടിക്ക് ആ ഒരു സ്വാഭാവികമായിട്ടുള്ള തിളക്കവും മൃദുത്വവും ഒക്കെ നൽകുന്നു. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. ഈ താരനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളിത് മസാജ് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ താരനൊക്കെ ഇളക്കി തലയോട്ടി നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം.